ഇന്ന് നമുക്ക് ഒരു മൂവിക്ക് പോവാട്ടോ. ഷഡ്ഡപ്പെടാറുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഇനി ഒരു ലിറ്റിൽ ബിറ്റ് മേക്കപ്പ് ആവാല്ലേ. ഇച്ചിരി ഇതുപോലെ മേക്കപ്പോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ അങ്ങനെയൊക്കെ ഇടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ചില ദിവസം ഇതിനുള്ള ഒരു മൂഡും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ ആരെയും പറഞ്ഞോ ഇങ്ങനെയൊക്കെ മാറ്റി ഒരുങ്ങി പോവാൻ? അങ്ങനെയല്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഒരു റുട്ടീനല്ലേ. അങ്ങനെ മടി പിടിച്ച് ഓരോന്നും ചെയ്യണതിൻ്റെ ഇടയിലാണ് ആര് വന്നിട്ട് എന്നെ വെറുതെ ഇമിറ്റേറ്റ് ചെയ്തതിൻ്റെ പ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവനെ രണ്ട് ചീത്തൊക്കെ പറഞ്ഞ് ഓടിച്ചു വിട്ടു. ഏകദേശം ഇതാ ഇങ്ങനെ ഒന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. പിന്നെ ആലിയ ഭട്ട് സ്റ്റൈൽ പെർഫ്യൂം അടിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടോട്ടോക്കും ലിയോക്കൊക്കെ ഫുഡും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് ഇറങ്ങി. ഞാനും സുജിയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് സിനിമക്ക് പോയിട്ട് കുറേ ആയ പോലെ ഫീൽ ചെയ്യുക. അപ്പൊ ഞങ്ങൾ കാണാൻ പോകുന്ന സിനിമ ഏതാന്ന് വെച്ചാൽ പാട്രിയോട്ടാണ് കേട്ടോ. മക്കൾക്ക് ഈ സിനിമയിൽ ആരാണ് എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ മക്കള് മോഹൻലാലിന്റെ പടമാണ് ചോദിക്കുമ്പോൾ ഞാൻ മമ്മൂട്ടി എന്ന് പറയും, മമ്മൂട്ടിൻ്റെതാണോ ചോദിക്കുമ്പോൾ മോഹൻലാൽ എന്ന് പറയും. മക്കള് പ്രാന്താക്കി നടക്കുന്ന പണിയായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയ പാടന്നെ ഞങ്ങൾ ആ കർമ്മത്തിലേക്ക് അങ്ങോട്ട് കടന്നു. പോപ്കോണൊക്കെ വാങ്ങണ്ടേ, വെള്ളമൊക്കെ വാങ്ങണ്ടേ, സിനിമ കാണാന്നുള്ളതിനേക്കാളും മുഖ്യം ഇതൊക്കെയാണല്ലോ. ഞാൻ വാങ്ങിയത് പോരാഞ്ഞിട്ട് മക്കൾ പിന്നെ സുജിനോടും എന്തൊക്കെയോ പറഞ്ഞ് വാങ്ങിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോപ്കോണിന് കാവലിരുന്ന മമ്മിക്ക് ഒരു ക്ഷീണത്തിന് ഒരു കാപ്പി അങ്ങോട്ട് വാങ്ങിക്കൊടുത്തു. ഞാനും സുജി ഒരു കാപ്പി വാങ്ങിട്ടോ. സാധാരണ ഞങ്ങൾ ഇത്ര നേരത്തെ ഒന്നും എത്താറില്ല കേട്ടോ സിനിമക്ക്. ഇത് കുറെ സമയം ഉണ്ടായിട്ട് ഇത് വലിയ ശീലമില്ലാത്തതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇത് ഞങ്ങളാണ് ആദ്യം തന്നെ തിയേറ്ററിൽ കയറിയിരിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ പടം തുടങ്ങി 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറല്. അതുകൊണ്ടുള്ള ഇടങ്ങേറ് എന്താന്ന് വെച്ചാല് ഇതാ സിനിമ തുടങ്ങുന്നതിന് മുന്നേ പോപ്കോൺ തീരുന്ന എനിക്ക് തോന്നുന്നു. പോപ്കോൺ ആണെന്തോ ശത്രുത ഉള്ള പോലെ എൻ്റെ തീറ്റ. സിനിമന്റെ പേര് കാണിക്കുന്നത് എടുക്കാൻ വേണ്ടി നേരത്തെ തന്നെ മൊബൈൽ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇന്റർവെല്ലായപ്പോൾ സുജിനെ വീണ്ടും കുത്തിപ്പൊക്കി പറഞ്ഞു വിട്ട് ഒരു ഐസ്ക്രീം അങ്ങോട്ട് കൊണ്ടുവരിപ്പിച്ചു. സിനിമ കഴിഞ്ഞ് ഞങ്ങളെ ഇറങ്ങി. ഇനി അവിടെ മുട്ടിത്തിരിഞ്ഞ് നിന്നാൽ വീണ്ടും പൈസ ചെലവാന്ന് തോന്നിയതുകൊണ്ടാവണം സുജി വേഗം വണ്ടി വീട്ടിലോട്ട് വിട്ടു. അപ്പൊ ശരി, ബൈ.